എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ബാങ്കുകളുടെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഇൻകം ടാക്സ് ബാധ്യതയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ധാരാളം അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ ഇവർ എപ്പോഴാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അതേപോലെ തന്നെ ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കോ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻകം ടാക്സ് ആനുകൂല്യങ്ങളുണ്ടോ? ഇവർ സമയാസമയങ്ങളിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ദോഷം? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. സത്യത്തിൽ ഇത്തരം സൊസൈറ്റികൾക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതിരിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളുമില്ല. അതായത് ഇവർ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. പിന്നെ മിക്കവാറും എല്ലാ വർഷവും സെപ്റ്റംബർ 30-നാണ് ഇത്തരം സൊസൈറ്റികൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ്. അത് ചില അവസരങ്ങളിൽ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്, എങ്കിലും നോർമലി സെപ്റ്റംബർ 30 തന്നെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കാനുള്ള യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇല്ല. പല കോപ്പറേറ്റീവ് സൊസൈറ്റികളും അവർക്ക് കിട്ടിയിട്ടുള്ള ലീഗൽ അഡ്വൈസ് അല്ലെങ്കിൽ മിസ് ഗൈഡൻസ് പ്രകാരം പലതും ചെയ്യുന്നത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരു പേഴ്സൺ അല്ല, അതുകൊണ്ട് ഇവർക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. അത്തരം ഗൈഡൻസിൻ്റെ പുറത്ത് നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് വലിയൊരു ലയബിലിറ്റിയാണ്. കാരണം വെച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മറ്റ് എൻറ്റിറ്റികളെ വെച്ച് നോക്കുമ്പോൾ, അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസിൻ്റെ ഒരു ഇൻകം ടാക്സ് ബാധ്യത എന്നുള്ളത് മറ്റുള്ള ആളുകളെക്കാൾ റേറ്റ് കൂടുതലാണ്. അതായത് ഒരു 38% ഇൻകം ടാക്സ് റേറ്റ് വരും. അപ്പോൾ നോർമലി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡ്യൂ ഡേറ്റിൽ തന്നെ ഫയൽ ചെയ്യുകയും അതേപോലെ തന്നെ ഈ ഒരു ഹയർ റേറ്റിൽ നിന്ന് ഒഴിവാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാവുന്ന ആനുകൂല്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്യണം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളും എല്ലാ വർഷവും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ അടുത്ത സാമ്പത്തിക വർഷം സെപ്റ്റംബർ 30-ന് മുമ്പ് തന്നെ ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, അതായത് മെമ്പേഴ്സിൽ നിന്ന് ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയും മെമ്പേഴ്സിന് വായ്പ കൊടുക്കുകയും ചെയ്യുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ഇവരുടെ എല്ലാം ലാഭത്തിന് സെക്ഷൻ 80P ആനുകൂല്യം അനുസരിച്ച് ഇവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എത്ര ലാഭമുണ്ടെങ്കിലും ആ ലാഭത്തിനെ സെക്ഷൻ 80P ആനുകൂല്യത്തിൽ ഉൾപ്പെടുത്തി ഇവർ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുകയും ഒരു സംഖ്യ പോലും ഇൻകം ടാക്സ് അടയ്ക്കുകയും വേണ്ട. പ്രൊവൈഡഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേണും സെപ്റ്റംബർ 30-നുള്ളിൽ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം, മിക്കവാറും പല കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും സംഭവിക്കുന്ന പ്രശ്നം വെച്ചാൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളെല്ലാം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റിന് വിധേയമായിട്ടുള്ള സഹകരണ സംഘങ്ങളാണ് എല്ലാവരും. അപ്പോൾ ഈ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടുന്നത് പലപ്പോഴും ഈ സെപ്റ്റംബർ 30-ക്ക് ശേഷമായിരിക്കും. പല കേസുകളിലും 1.5 കൊല്ലം 2 കൊല്ലം ഡിലേ ആയിട്ടാണ് ഇത്തരത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഡിലേ ആകുമ്പോൾ നോർമലി ഈ പറഞ്ഞ 80P ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ സഹകരണ സംഘങ്ങൾക്ക് ഒരിക്കലും ഈ സെപ്റ്റംബർ 30-ന് മുമ്പായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു സാവകാശം ലഭിക്കാറില്ല. പല സൊസൈറ്റികൾക്കും ഈ പറഞ്ഞ സെപ്റ്റംബർ 30 എന്നുള്ള കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കാറില്ല. ഈ ഒരു പ്രശ്നം എല്ലാ സഹകരണ സംഘങ്ങളുടെയും കൂടി ഒരു അസോസിയേഷൻ CBDTയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിയോണ്ട് അവർ കൺട്രോൾ ഞങ്ങൾക്ക് ഈ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കാത്തതാണ്, യഥാർത്ഥത്തിൽ ഞങ്ങൾ 80P ആനുകൂല്യത്തിന് അർഹരാണ് എന്നുള്ള ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ CBDT അതാത് സ്റ്റേറ്റിലെ കമ്മീഷണർമാർക്കൊരു നിർദ്ദേശം കൊടുക്കേണ്ടേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 119(2)B പ്രകാരം എല്ലാ കമ്മീഷണർമാർക്കും അസസ്മെൻറ്റ് ഇയർ 2018-19 മുതൽ അസസ്മെൻറ്റ് ഇയർ 22-23 വരെയുള്ള വർഷങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള കാരണം കൊണ്ടല്ല ഓഡിറ്റ് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വൈകിയതെങ്കിൽ, അതായത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സമയത്ത് ഓഡിറ്റ് റിപ്പോർട്ട് തരാത്തത് കൊണ്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാത്തതെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സഹകരണ സംഘങ്ങൾക്കും ഈ പറഞ്ഞ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡിലേ കൺട്രോൾ ചെയ്ത് കൊടുക്കാനുള്ളൊരു അധികാരം കമ്മീഷണർക്ക് കൊടുക്കുകയുണ്ടായി. അത് ഒരു സർക്കുലർ 13/2023 എന്ന സർക്കുലർ പ്രകാരമാണ് ഇത്തരമൊരു അധികാരം കമ്മീഷണർമാർക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എല്ലാ സഹകരണ സംഘങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്,
ചെയ്തിട്ടുണ്ട്? 2018-19 മുതൽ തങ്ങൾക്ക് ഫയൽ ചെയ്യാൻ സാധിക്കാത്ത റിട്ടേൺ ഫയൽ ചെയ്യാൻ 22-23 വരെയുള്ള അസസ്മെൻറ്റ് ഇയറിലേക്കുള്ള റിട്ടേൺ ഫയൽ ചെയ്യാൻ അനുവദിക്കണം, അതല്ലെങ്കിൽ അത് ഫയൽ ചെയ്യാൻ വന്നിട്ടുള്ള ഡിലേ കണ്ടോൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പല സഹകരണ സംഘങ്ങളും കമ്മീഷണർമാർക്ക് ഡിലേ കണ്ടോണേഷൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. പല ആളുകൾക്കും ഇതിനെപ്പറ്റി അറിയില്ല, കൊടുക്കാത്ത ആളുകൾ പല ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഇപ്പോൾ കൊടുക്കാനുള്ളൊരു അവസരമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം. അതായത് ഈ കമ്മീഷണറുടെ പ്രത്യേക അധികാരം അതല്ലെങ്കിൽ CBDTയുടെ സർക്കുലർ 13/2023 പ്രകാരം അതാത് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ അതാത് ഡിസ്ട്രിക്റ്റിലെ ഇൻവെസ്റ്റിഗേഷൻ വിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർമാർക്ക് കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ പല കോപ്പറേറ്റീവ് സൊസൈറ്റികളും ഈ പറഞ്ഞത് ബിയോണ്ട് ദെയർ കൺട്രോൾ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതാത് സ്റ്റേറ്റിലെ കമ്മീഷണർമാർക്ക് ഈ ഡിലേ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2018-19 മുതൽ 2022-23 അസസ്മെൻറ്റ് ഇയർ വരെയുള്ള റിട്ടേണുകൾ ഫയൽ ചെയ്യാനുള്ള അവസരം ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളോടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള നിർദ്ദേശം നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതാത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർമാർക്ക് അതാത് ജില്ലകളിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഇപ്പോൾ കത്ത് അയച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആ കത്തിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ തുടർന്ന് 2018-19 മുതൽ 22-23 വരെ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള സ്ക്രൂട്ടിനികളോ സെർച്ചോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റിന് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും, ഹ്യൂജ് എമൗണ്ട് ഇൻട്രസ്റ്റ് വരും, പെനാൽറ്റി വരും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഈ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അതാത് ഇൻ്റലിജൻസ് ഓഫീസർമാർ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് വിങ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർക്ക് കത്തുകൾ അയക്കുകയും അത്തരത്തിൽ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർ അതാത് സഹകരണ സംഘങ്ങൾക്ക് നിങ്ങൾ ഈ 2018-19 മുതൽ 2022-23 വരെയുള്ള അസസ്മെൻറ്റ് ഇയറിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിട്ടുണ്ടെങ്കിൽ, അതായത് പ്രത്യേകം പറയണം, ഫയൽ ചെയ്യാൻ എങ്ങനെയെങ്കിലും വൈകിയ പോരാ, അതായത് ബിയോണ്ട് ദെയർ കൺട്രോൾ ആയിരിക്കണം. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൃത്യസമയത്ത് ഓഡിറ്റ് റിപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാത്തത് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിലേ കൺട്രോൾ ചെയ്യാനുള്ള അധികാരം കമ്മീഷണർമാർക്കുണ്ട്. അത്തരത്തിൽ ഡിലേ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 2018-19 മുതൽ 2022-23 വരെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് ATP പ്രകാരമുള്ള ആനുകൂല്യം എടുക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവരെ ഈ ഡിലേ കണ്ടോണേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും അതാത് കമ്മീഷൻ മുമ്പാകെ, അതായത് എറണാകുളത്തുള്ള പ്രിൻസിപ്പൽ കമ്മീഷണർ മുമ്പാകെ നിങ്ങൾ സെക്ഷൻ 192B പ്രകാരം ഡിലേ കണ്ടോണേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ഈ അവസരം പ്രയോജനപ്പെടുത്തുകയുമാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞത് ഡിലേ കണ്ടിന്യൂഷൻ പെറ്റീഷൻ കൊടുക്കാനുള്ള സമയം എന്നുള്ളത് 2022-23 അസസ്മെൻറ്റ് ഇയർ വരെയായിരുന്നു. ഇപ്പോൾ പുതിയൊരു സർക്കുലർ, അതായത് ഈ ഒക്ടോബർ മാസം 30-ാം തീയതി ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അത് 14/2024 എന്ന സർക്കുലർ പ്രകാരം പറയുന്നത് 23-24 അസസ്മെൻറ്റ് ഇയറിലേക്ക് കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2022-23 വരെയുള്ളതും ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കാൻ വൈകിയത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോഴും അതെ, 23-24 ഓഡിറ്റ് റിപ്പോർട്ടുകളും കൊടുക്കാൻ വൈകിട്ടുണ്ട്. ഇപ്പോഴും ആർക്കും ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യസമയത്ത് കിട്ടുന്നില്ല. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് ഈ ATPയുടെ ആനുകൂല്യം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റ് വിങ്ങിൽ നിന്നും നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യസമയത്ത് കിട്ടൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് 23-24 പോലും ഇത് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്കും ആ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 14/2024 എന്ന സർക്കുലർ 30/10/2024 ഒരു സർക്കുലർ ഇറക്കിയിട്ട് അതിൽ പറഞ്ഞത് ഈ ആനുകൂല്യം 23-24 വരേക്കും കൂടി നീട്ടിയിട്ടുണ്ട്. അതായത് നേരത്തെയുള്ള സർക്കുലറിൽ 22-23 അസസ്മെൻറ്റ് ഇയർ ആയിരുന്നു, അതിപ്പോൾ 23-24 വരെയും കൂടി നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സഹകരണ സംഘത്തിനും ഇന്നേ വരെ റിട്ടേൺ ഫയൽ ചെയ്യാത്ത എല്ലാ സഹകരണ സംഘങ്ങൾക്കും 2018-19 അസസ്മെൻറ്റ് ഇയർ മുതൽ 2023-24 അസസ്മെൻറ്റ് ഇയർ വരെ, അതായത് 22-23 ഫിനാൻഷ്യൽ ഇയർ വരെയുള്ള നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ എന്നാണോ ലഭിച്ചിട്ടുള്ളത് ആ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം നിങ്ങളൊരു ടാബുലേഷൻ ഉണ്ടാക്കിയെടുക്കുക. അതായത് നിങ്ങൾക്ക് ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ച തീയതി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 139 പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ്. അപ്പോൾ ആ ഡ്യൂ ഡേറ്റിന് ശേഷമാണ് ഇത് കിട്ടിയതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വർക്ക് ഉണ്ടാക്കുന്നത്. അതനുസരിച്ച് നിങ്ങളുടെ അതാത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും ഈ പറഞ്ഞ പോലെ തന്നെ അതാത് വർഷത്തെ സെക്ഷൻ 192B ഒരു ഡിലേ കണ്ടോണേഷൻ പെറ്റീഷനും നിങ്ങൾ അതാത് കമ്മീഷണർമാർക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിലേ കണ്ടോൺ ചെയ്ത് കിട്ടും.
കിട്ടും, നിങ്ങൾക്ക് ഈ പറഞ്ഞ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും ഈ അവസരം എല്ലാ സഹകരണ സംഘങ്ങളും പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഒരു ചാൻസാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു ചാൻസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കഴിഞ്ഞ 5 വർഷങ്ങളിലെ കണക്കുകൾ വിളിക്കാനും നിങ്ങളുടെ പ്രോഫിറ്റിന് നിങ്ങൾ ഹൈ റേറ്റിൽ ടാക്സ് അടയ്ക്കുകയും ഇൻട്രസ്റ്റും പെനാൽറ്റിയും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. സഹകരണ സംഘമാണ്, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് എന്നുള്ളത് കൊണ്ട് ഇൻകം ടാക്സ് നിയമത്തിൽ എവിടെയും നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പറഞ്ഞിട്ടില്ല അതർ ദാൻ ദി അലവൻസ് അണ്ടർ സെക്ഷൻ 80P. അതുകൊണ്ട് സെക്ഷൻ 80P പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേണുകൾ ഇപ്പോൾ ഈ പറഞ്ഞ ഡിലേ പെറ്റീഷൻ അനുസരിച്ചുള്ള ആനുകൂല്യം പ്രയോജനപ്പെടുത്തി ഫയൽ ചെയ്യുക. തുടർന്ന് ഫ്യൂച്ചറിൽ പരമാവധി നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ സെപ്റ്റംബർ 30 മുമ്പ് എങ്ങനെയെങ്കിലും വാങ്ങിക്കാനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കുകയും സെപ്റ്റംബർ 30 അകം തന്നെ ഈ സെക്ഷൻ 80P പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിട്ടേൺ കൃത്യസമയത്ത് തന്നെ ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് നഷ്ടങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. ഒരു പുതിയ വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.